ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമ്മൾ അജ്രക്കിൻ്റെ ഒരു അംബ്രല്ല സ്കേർട്ടാണ് കേട്ടോ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മീറ്ററാണ് കേട്ടോ ഞാൻ സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ ഹിപ്പ് എന്ന് പറയുന്നത് 28ആണ്. നമ്മൾ വള്ളിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 32 അല്ലെങ്കിൽ ഒരു 35 എടുക്കാവേ. പിന്നെ ലെങ്ത് വരുന്നത് 38ആണ്. ആ ക്ലോത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബോർഡർ വരുന്നൊരു ക്ലോത്താണ്. അപ്പോൾ ബോർഡർ വരുന്ന ക്ലോത്തിനെ നമുക്ക് അംബ്രല്ല കട്ട് ചെയ്യുമ്പോഴത്തേനും ഈ ബോർഡർ ക്രിസ് ക്രോസ് ആയിട്ട് പോകും, ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, അംബ്രല്ല കട്ട് ചെയ്തിട്ട് അതിന് അടിഭാഗത്തായിട്ട് ഈ ബോർഡർ കറക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബോർഡറിന് നമുക്കുള്ളത് 10, ലെങ്ത് വരുന്നത് 10ആണ്. ഓക്കെ, അപ്പോൾ ഈ 38-ന് 10 നമുക്ക് മൈനസ് ചെയ്ത് എടുക്കുക. പിന്നെ നമ്മൾ പടി വെച്ച് കൊടുക്കുമല്ലോ, പടി 1 ഇഞ്ചും പിന്നെ ബോർഡർ 10 ഇഞ്ചുമാണ്. അങ്ങനെ 11 ഇഞ്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടുന്നത് 28ആണ്. അപ്പോൾ നമ്മൾ ആ അംബ്രല്ല വെട്ടുന്നത് 28-ലാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തയ്യൽ തുമ്പും ബോർഡർ നമുക്ക് 1 ഇഞ്ച് വേണമെങ്കിൽ ഒരു 2, 3, 4 രീതിയിലിട്ട് വേണം കട്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ 28 നമുക്ക് സെൻറ്ററിലെ അംബ്രല്ല വേണമെങ്കിൽ 29-ലിട്ട് വെട്ടണം. അതേപോലെ താഴത്തെ പീസ് 1 ഇഞ്ച് കൂടെ കൂട്ടി 10 ഇഞ്ചിൽ വേണം കേട്ടോ. ഇതാ ക്ലോത്ത് ഞാൻ ഇതേപോലെ 4 മീറ്റർ മടക്കിയിട്ടിട്ടുണ്ട്. എൻ്റെ റൈറ്റ് സൈഡിലുള്ളതായിരുന്നു വെട്ട് വരുന്ന ഭാഗം. ആ ഭാഗത്തെ ഇതേപോലെ ഞാൻ ഒന്ന് മടക്കിയിട്ട് കൊടുക്കും. സിമ്പിളാണ് കേട്ടോ, ഇങ്ങനെയാണ് അംബ്രല്ല മടക്കുക. ഇപ്പം നമുക്ക് ഈ ഭാഗത്ത് 4 4 8 പീസാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഹിപ്പ് 32 ആ 28-നേക്കാളും കൂടുതൽ നമ്മൾ എടുക്കണം. അപ്പോൾ 32ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത് കേട്ടോ. 32-നെ 8ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുവാണ് ഞാൻ. ഓക്കെ, ആ ഭാഗം 3 എന്തോ വരും. ഇതേപോലെ ഞാൻ 3 സംതിങ് ഒരു 4 മാർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് 3 എന്നിട്ട് ഇതേപോലെ അളന്ന് നോക്കുക കേട്ടോ. 3 കിട്ടുന്നുണ്ടോ, അതെ 4 നമുക്ക് എത്രയാണോ വരുന്നത് അത് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഇതേപോലെ അളന്ന് നോക്കുക. എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഭാഗത്ത് നമുക്ക് ഒന്ന് ജോയിൻ്റ് കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനോടുള്ള ഒരു ജസ്റ്റ് തയ്യൽത്തും കൂടെ വിട്ടിട്ട് വേണം. പിന്നെ ആ മാർക്ക് ചെയ്തെടുത്തു നിന്നാണ് ഞാൻ 29 ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് മുകളിൽ മാർക്ക് ചെയ്തെടുത്ത് നിന്ന് 29, പക്ഷെ മുകളിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാവൂ. ഇതേപോലെ മുകളിൽ വെച്ചിട്ട് മാത്രം മാർക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് അംബ്രല്ല കിട്ടില്ല കേട്ടോ. ഇതേപോലെ കറക്റ്റ് ഞാൻ റൗണ്ടിന് മാർക്ക് ചെയ്തെടുക്കുവാണേ. ഈ ബോർഡർ ഇല്ലാത്തൊരു മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ നമുക്ക് ഫുൾ ലെങ്ത് ഇട്ടങ്ങ് മാർക്ക് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ബോർഡർ വരുമ്പോഴത്തേനും ഒരു സൈഡ് ഇപ്പോൾ ഈ തുണി മടക്കിയിട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പോൾ ഒരു സൈഡ് മാത്രം ബോർഡറും മറ്റേ സൈഡിൽ ബോർഡറിന് നമ്മൾ എവിടെ പോകും, എങ്ങും പോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണേ. താഴ്ഭാഗത്ത് കട്ട് ചെയ്തിട്ട് മാത്രം പോയി മുകൾ ഭാഗത്ത് കട്ട് ചെയ്യുക. ഒരിക്കലും മുകൾ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് താഴ്ഭാഗത്ത് വരരുത്, തുണി തെന്നിപ്പോവേ. എന്നിട്ട് നമ്മുടെ ആ ഹിപ്പിൻ്റെ അവിടെ കൂടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സെൻറ്ററിലെ പീസ് റെഡിയായി. പിന്നെ നമ്മുടെ ആ ബോർഡർ ഇപ്പം 4 മീറ്ററോളമാണ് കേട്ടോ വരുന്നത്. പക്ഷേ നമ്മൾ അംബ്രല്ല ചെയ്ത് വന്നപ്പോഴത്തേനും എനിക്ക് താഴ്ഭാഗത്ത് 5-5.5 മീറ്ററോളം ഫാബ്രിക് വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നോക്കി മാത്രം ഫാബ്രിക് മേടിക്കുക കേട്ടോ. കറക്റ്റ് 4 മീറ്റർ ബോർഡർ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയേ. ഇനി ഫാബ്രിക് 2 പീസായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനെ പതിച്ചൊന്ന് സ്റ്റിച്ചിടുക. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ അജ്രക്ക് എന്താ പറയുക, ഇത്രയും നല്ല ഭംഗി തോന്നിയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടായിട്ടില്ല. നല്ല ഭംഗിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പ്രിൻ്റ്. അതേപോലെ നമ്മൾ അജ്രക്ക് മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ പ്രിൻ്റ് ഉള്ളത് കൊണ്ട് ആ തുണിയിൽ ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ മെറ്റീരിയലിൽ തന്നെ 2-3 ഡാമേജ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ശ്രദ്ധിച്ച് മാത്രം അജ്രക്കിൻ്റെ മെറ്റീരിയൽ നോക്കി ഡാമേജ് ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ അടിഭാഗം, ആ തുണിയുടെ അടിഭാഗം ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുവാണ് കേട്ടോ, എത്ര മീറ്റർ ഉണ്ട്.
ഞാനിങ്ങനെ അളന്ന് നോക്കിയപ്പോൾ 5.5 മീറ്ററോളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4 മീറ്ററിലെ ക്ലോത്ത് വെച്ച് അംബ്രല്ല കട്ട് ചെയ്ത് 5.5 മീറ്ററോളം. കാരണം താഴ്ഭാഗത്ത് അത്രയും ഫ്ലെയർ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. മാക്സിമം 4 മീറ്ററിലൊക്കെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയിൽ ഫ്ലെയറിൽ കിട്ടും കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് ടെൻഷനായി കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മൾ ബോർഡർ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതൊന്ന് അളന്ന് നോക്കുവാണ് കേട്ടോ. അതേ രീതിയിൽ അതുകൊണ്ട് അളന്ന് നോക്കിയപ്പോൾ ഇനി എന്ത് ചെയ്യണം. അപ്പോൾ തുണി എടുത്തപ്പോൾ കുഞ്ഞിനൂടെ തയ്ക്കാനുള്ളൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സ്ട്രാ 1.5 മീറ്ററോട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതിൽ നിന്നും ബോർഡർ കട്ട് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ കുഞ്ഞിന് ബോർഡർ ഇല്ലാതെ നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി അങ്ങനെ അതിൽ നിന്നും ബോർഡർ എടുത്തു. ഈ മെറ്റീരിയലിലൂടെ ഇല്ലായിരുന്നെങ്കിൽ മൊത്തത്തിൽ പാളിപ്പോയേനെ കേട്ടോ. അംബ്രല്ല കട്ട് ചെയ്യുകയും ചെയ്ത് എന്നിട്ട് ബോർഡർ കൂടി ഇല്ലാതെ ഒരു സൈഡിൽ മാത്രം ബോർഡർ ഇല്ലാതെ നമ്മൾ അംബ്രല്ല കട്ട് ചെയ്യില്ലേ, ആ ക്ലോത്തും വെച്ച് മാത്രം സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നേനെ. എന്തോ ഭാഗ്യത്തിന്. അതുമല്ല, ഒരുപാട് കട്ട് ചെയ്തപ്പോൾ പോലും എനിക്ക് ഇത്രയും ഭംഗി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ സ്റ്റിച്ച് ചെയ്യാനിരുന്നപ്പോഴത്തേനും നല്ല ഭംഗി കിട്ടോ ക്ലോത്തിന്. എന്നിട്ട് ഞാനതൊന്ന് ജോയിൻ ചെയ്തെടുക്കുവാണേ ഇതേപോലെ. എന്നിട്ട് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ആ ബോർഡർ അംബ്രല്ല കട്ട് ചെയ്ത ക്ലോത്തിൽ ജോയിൻ ചെയ്ത് വെക്കുവാണേ. ലൈനിങ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ അണ്ടർ സ്കേർട്ട് ഇടും, അപ്പോൾ പിന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഫുള്ളി കറക്കി ജോയിൻ ചെയ്തെടുക്കുവാണേ. ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തൊരു സ്കേർട്ടാണ് കേട്ടോ. ഇത്രയും ഇഷ്ടപ്പെട്ട് ഞാനൊരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അത്രയ്ക്കും എനിക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ടും വേണ്ടൊരു സ്കേർട്ടാണ് കേട്ടോ. നമുക്ക് ബ്ലാക്ക് ടോപ്പിൻ്റെ കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. എന്നിട്ട് ഞാനതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ഈ സ്കേർട്ട് പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ഫ്ലെയർ എന്ന് വെച്ചാൽ നല്ല ഫ്ലെയറാണ്. 4 മീറ്ററിൽ അംബ്രല്ല തയ്ക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും പൈസ കൊടുത്ത് തയ്പ്പിക്കുക. അങ്ങനെ ഉള്ള സമയത്ത് നന്നായി നല്ല മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചാൽ നല്ലതാണ് കേട്ടോ. കുറേ കസ്റ്റമേഴ്സ് വരും ഈ 300 രൂപ 400 രൂപ 450 രൂപയുടെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് എന്നിട്ട് 450 രൂപ 500 രൂപ തയ്യക്കൂലിയൊക്കെ തന്നിട്ട് തയ്പ്പിക്കും. അതൊക്കെ വേസ്റ്റാണ് കേട്ടോ. എപ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും നല്ല മെറ്റീരിയൽ എടുത്ത് സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ വില കുറഞ്ഞ തുണിയാണെന്ന് പറഞ്ഞുകൊണ്ട് തയ്യക്കൂലി എന്തായാലും ആരും കുറയ്ക്കത്തില്ല കേട്ടോ. എന്നിട്ട് അടിഭാഗം ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. പിന്നെ പട്ട ചെയ്യാനായിട്ട് 32 കേട്ടോ എൻ്റെ ഹിപ്പിൻ്റെ ലെങ്ത്ത്. അതിനേക്കാളും ഒരു 2-3 ഇഞ്ചോ കൂട്ടിയുള്ള തുണി എടുക്കുക. അതേപോലെ 3 ഇഞ്ച് വീതിയിലെ തുണിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നീളം 35 വീതി 32 3 ഇഞ്ച്. എന്നിട്ട് ഈ ഒരു സൈഡ് അടിച്ചു, എന്നിട്ട് മറ്റൊരു സൈഡും അടിച്ചു. 3 സൈഡ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ. എന്നിട്ട് ആ സ്കേർട്ടിൽ നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് 3 സൈഡും അടിക്കുന്നുണ്ട്. നല്ല ഭാഗം. എന്നിട്ട് ഈ പാവാടയുടെ ഒരു സൈഡ് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് അടിക്കുമ്പോൾ ഈ പട്ടയുടെ അവിടുന്ന് താഴോട്ട് അടിച്ച് പോയാലും മതി. എന്നിട്ട് നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നിർത്തി സൂചി കുത്തി നിർത്തി മാത്രം തുണി തിരിക്കുക. എന്നിട്ട് ഈ സൈഡ് വന്നപ്പോഴത്തേനും ഇതേപോലെ. എന്നിട്ട് ആ തുണി ഇതേപോലെ അകത്തേക്ക് മടക്കി വെച്ച് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. തുണി മാനേജ് ചെയ്യാൻ തന്നെ നല്ല പാടായിരുന്നു. കോട്ടൺ ആയതുകൊണ്ട് അല്പം വെയിറ്റും ഉണ്ട്. അതേപോലെ നല്ല ഫ്ലെയർ ആയതുകൊണ്ട് മാനേജ് ചെയ്യാൻ അല്പം പാടാണ്. പക്ഷെ ഇട്ട് വരുമ്പോൾ ഇതിൻ്റെ ഭംഗി മറ്റൊന്നിനും തരാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് സന്തോഷത്തോടെ സ്റ്റിച്ച് ചെയ്തെടുത്ത സ്കേർട്ടാണ് കേട്ടോ. ഇത് മെറ്റീരിയൽ എടുക്കുമ്പോഴും ഇത്രത്തോളം ഭംഗി വരുമെന്നൊന്നും ഞാനിതൊരു റെഫറൻസ് കണ്ടതാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം.
ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ബ്ലൗസ് വേണ്ട, ബ്ലാക്ക് ബ്ലൗസ് വേണമെന്ന് നേരത്തെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചേരുന്ന മെറ്റീരിയൽ നമുക്ക് ഏകദേശം ഇതേ കിട്ടിയുള്ളൂ. പക്ഷേ ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടിയൊന്നും അല്ല കേട്ടോ ഇതെടുത്തത്. പക്ഷേ ഇതാ സൈഡൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഫുൾ വർക്കും കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ ഇതാ വള്ളിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കോട്ടൺ ആയതുകൊണ്ട് അഥവാ ഇനി ചുരുങ്ങിപ്പോയാലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ വള്ളിയാണ് മനസ്സിൽ കണ്ടത്. അപ്പോൾ ഇതാ ഇത്രയും ഭംഗിയിൽ കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. മെറ്റീരിയൽ മേടിച്ചപ്പോൾ ഉള്ളൊരു സന്തോഷവും ഒന്നുമില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ആ ലുക്ക് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടേ ഉള്ളായിരുന്നു. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഇത്രയും ഭംഗിയിൽ കിട്ടിയത് ഞാൻ തന്നെയാണോ ഇതൊക്കെ തയ്ച്ചെന്നുള്ളൊരു നമുക്കൊരു എന്താ പറയുക അഭിമാനം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രോമാഞ്ചം എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഇത് നമുക്ക് പ്ലെയിൻ ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്താൽ സൂപ്പറായിരിക്കും. എല്ലാവരുടെയും വാർഡ്രോബ്സിൽ ഇത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ, ഇതാണ്ടേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മെറ്റീരിയൽ പ്രൈസ് വന്നിട്ടുള്ളത് 180 രൂപയാണ് 4 മീറ്റർ. അപ്പോൾ ആ റേറ്റിന് വെർത്തായിട്ടുള്ള പ്രൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.